പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഭൂപടങ്ങളെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങളാണ്. SCERT ടെക്സ്റ്റ് ബുക്കുകൾ അടിസ്ഥാനമാക്കിയിട്ടാണ് ചോദ്യങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി വരാൻ പോകുന്ന PSC എക്സാമുകളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാൻ പോകുന്ന ചോദ്യങ്ങളാണിവ. തീർച്ചയായിട്ടും മുഴുവൻ ചോദ്യങ്ങളും കാണാൻ ശ്രമിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, 1 മില്യൺ ഷീറ്റിനെ എത്ര ഡിഗ്രി ഷീറ്റുകളായി ഭാഗിക്കാം? 1 മില്യൺ ഷീറ്റിനെ എത്ര ഡിഗ്രി ഷീറ്റുകളായി ഭാഗിക്കാം? ഉത്തരം 16 ഡിഗ്രി ഷീറ്റുകളായി ഭാഗിക്കാവുന്നതാണ്. പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ എല്ലാ സവിശേഷതകളെയും വളരെ സൂക്ഷ്മമായി ചിത്രീകരിക്കുന്ന ഭൂപടങ്ങൾ ഏതാണ്? പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായിട്ടുള്ള എല്ലാ സവിശേഷതകളെയും വളരെ സൂക്ഷ്മമായിട്ട് ചിത്രീകരിക്കുന്ന ഭൂപടങ്ങൾ ഏതാണ്? ഉത്തരം ധരാതലീയ ഭൂപടങ്ങളാണ്. ഇന്ത്യയിൽ ആദ്യകാലങ്ങളിൽ ഭൂസർവേക്ക് ഉപയോഗിച്ചിരുന്ന ഉപകരണം ഏതാണ്? ഇന്ത്യയിൽ ആദ്യകാലങ്ങളിൽ ഭൂസർവേക്ക് ഉപയോഗിച്ചിരുന്ന ഉപകരണം ഏതാണ്? ഉത്തരം തിയോഡലൈറ്റ് ആണ് ആദ്യകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നത്. ഭൂപടത്തിൽ സവിശേഷതകൾ ചിത്രീകരിക്കാൻ വെള്ള നിറം സൂചിപ്പിക്കുന്നത് എന്താണ്? ഭൂപടത്തിലെ സവിശേഷതകൾ ചിത്രീകരിക്കുന്നതിൽ വെള്ള നിറം സൂചിപ്പിക്കുന്നത് എന്താണ്? ഉത്തരം തരിശുഭൂമിയാണ് വെള്ള നിറം കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഒരു ധരാതലീയ ഭൂപടത്തിൽ കൃഷിയിടങ്ങളെ ചിത്രീകരിക്കുന്നതിനായി ഉപയോഗിക്കുന്ന നിറം ഏതാണ്? ഒരു ധരാതലീയ ഭൂപടത്തിൽ കൃഷിയിടങ്ങളെ സൂചിപ്പിക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന നിറം ഏതാണ്? ഉത്തരം മഞ്ഞ നിറമാണ് ഉപയോഗിക്കുന്നത്. കൃഷി ആയതുകൊണ്ട് നമുക്ക് പച്ചയാണെന്ന് തോന്നും, പക്ഷെ മഞ്ഞ നിറമാണ് കൃഷിയിടങ്ങളെ സൂചിപ്പിക്കുന്നത്. ഭൂപടങ്ങളിലെ പച്ച നിറം എന്തിനെ പ്രതിനിധാനം ചെയ്യുന്നു? ഭൂപടങ്ങളിലെ പച്ച നിറം എന്തിനെ പ്രതിനിധാനം ചെയ്യുന്നു? ഉത്തരം വനങ്ങളെയാണ് പച്ച നിറം കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഭൂപടങ്ങളിലെ നീലനിറം എന്തിനെ പ്രതിനിധാനം ചെയ്യുന്നു? ഭൂപടങ്ങളിലെ നീലനിറം എന്തിനെ പ്രതിനിധാനം ചെയ്യുന്നു? ഉത്തരം വറ്റിപ്പോകാത്ത നദികളെയും കിണറുകളെയുമാണ് നീലനിറം കൊണ്ട് സൂചിപ്പിക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരത്തിലുള്ള പ്രദേശങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖ ഏതാണ്? നിരപ്പിൽ നിന്ന് ഒരേ ഉയരത്തിലുള്ള പ്രദേശങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖ ഏതാണ്? ഉത്തരം കോണ്ടൂർ രേഖകളാണ്. ഒരു ഭൂപടത്തിന്റെ മുകൾ ഭാഗം ഏത് ദിക്കിനെയാണ് സൂചിപ്പിക്കുന്നത്? ഒരു ഭൂപടത്തിന്റെ മുകൾ ഭാഗം ഏത് ദിക്കിനെയാണ് സൂചിപ്പിക്കുന്നത്? ഉത്തരം വടക്ക് ദിക്കിനെ സൂചിപ്പിക്കുന്നു. ഭൂപടങ്ങളിലെ മഞ്ഞ നിറം എന്തിനെ പ്രതിനിധാനം ചെയ്യുന്നു? ഭൂപടങ്ങളിലെ മഞ്ഞ നിറം എന്തിനെ പ്രതിനിധാനം ചെയ്യുന്നു? ഉത്തരം കൃഷിഭൂമിയെയാണ് സൂചിപ്പിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായി ഭൂസർവേക്ക് നേതൃത്വം കൊടുത്തത് ആരാണ്? ഇന്ത്യയിൽ ആദ്യമായി ഭൂസർവേക്ക് നേതൃത്വം കൊടുത്തത് ആരാണ്? ഉത്തരം വില്യം ലാംപ്ടൺ. ധരാതലീയ ഭൂപടങ്ങളിൽ ജലസംഭരണികൾ, പ്രധാന കെട്ടിടങ്ങൾ എന്നിവയുടെ ഉയരം കാണിക്കുന്നതിന് ഉപയോഗിക്കുന്നത് എന്താണ്? ധരാതലീയ ഭൂപടങ്ങളിൽ ജലസംഭരണികൾ, പ്രധാന കെട്ടിടങ്ങൾ എന്നിവയുടെ ഉയരം കാണിക്കുന്നതിന് ഉപയോഗിക്കുന്നത് എന്താണ്? ഉത്തരം ബെഞ്ച് മാർക്കാണ്. ഭൂപടങ്ങളിലെ തവിട്ടു നിറം എന്തിനെ പ്രതിനിധാനം ചെയ്യുന്നു? ഭൂപടങ്ങളിലെ തവിട്ടു നിറം എന്തിനെ പ്രതിനിധാനം ചെയ്യുന്നു? ഉത്തരം മണൽപ്പരപ്പ്, മണൽ കുന്നുകൾ എന്നിവയാണ് തവിട്ടു നിറം സൂചിപ്പിക്കുന്നത്. ഭൂപടത്തിൽ നൈസർഗിക സസ്യജാലങ്ങളെ പ്രതിനിധീകരിക്കാൻ ഉപയോഗിക്കുന്ന നിറം ഏതാണ്? ഭൂപടത്തിൽ നൈസർഗിക സസ്യജാലങ്ങളെ പ്രതിനിധീകരിക്കാൻ ഉപയോഗിക്കുന്ന നിറം ഏതാണ്? ഉത്തരം പച്ച. സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? ഡെറാഡൂൺ ആണ്. സർവേ ഓഫ് ഇന്ത്യ ആണ് ഇന്ത്യയിൽ ധരാതലീയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്നത്. ധരാതലീയ ഭൂപടങ്ങൾ ലോകം മുഴുവൻ എത്ര ഷീറ്റുകളിലായിട്ടാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്? ധരാതലീയ ഭൂപടങ്ങൾ ലോകം മുഴുവൻ എത്ര ഷീറ്റുകളിലായിട്ടാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്? 2222 ഷീറ്റുകളിലായിട്ടാണ് നമ്മുടെ ലോകത്തെ മുഴുവനായിട്ട് ധരാതലീയ ഭൂപടങ്ങളിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഈ നമ്പർ ഓർത്തു വെക്കണം. ഭൂമധ്യരേഖ മുതൽ 60 ഡിഗ്രി ഉത്തര ദക്ഷിണ അക്ഷാംശങ്ങൾ വരെയുള്ള ധരാതലീയ ഭൂപടങ്ങൾ എത്ര ഷീറ്റുകളിലായിട്ടാണ് ചിത്രീകരിച്ചിട്ടുള്ളത്? ഭൂമധ്യരേഖ മുതൽ 60 ഡിഗ്രി ഉത്തര ദക്ഷിണ അക്ഷാംശങ്ങൾ വരെയുള്ള ധരാതലീയ ഭൂപടങ്ങൾ എത്ര ഷീറ്റുകളിലായിട്ടാണ് ചിത്രീകരിച്ചിട്ടുള്ളത്? ഉത്തരം 1800 ഷീറ്റുകളിലായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഉത്തര ദക്ഷിണാർദ്ധഗോളങ്ങളിൽ 60 ഡിഗ്രി മുതൽ 88 ഡിഗ്രി വരെയുള്ള പ്രദേശങ്ങൾ എത്ര ഷീറ്റുകളിലായിട്ടാണ് ധരാതലീയ ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളത്?
ഉത്തര ദക്ഷിണാർദ്ധഗോളങ്ങളിൽ 60 ഡിഗ്രി മുതൽ 88 ഡിഗ്രി വരെയുള്ള പ്രദേശങ്ങൾ എത്ര ഷീറ്റുകളിലായിട്ടാണ് ധരാതലീയ ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളത്? ഉത്തരം 420 ഷീറ്റുകളിലായിട്ടാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഭൂപടത്തിൽ പാർപ്പിടങ്ങളെയും റോഡുകളെയും പ്രതിനിധീകരിക്കാൻ ഉപയോഗിക്കുന്ന നിറം ഏതാണ്? ഭൂപടത്തിൽ പാർപ്പിടങ്ങളെയും റോഡുകളെയും പ്രതിനിധീകരിക്കാൻ ഉപയോഗിക്കുന്ന നിറം ഏതാണ്? ഉത്തരം ചുവപ്പാണ്. 1 മില്യൺ ഷീറ്റിന്റെ വ്യാപ്തി എത്രയാണ്? 1 മില്യൺ ഷീറ്റിന്റെ വ്യാപ്തി എത്രയാണ്? ഉത്തരം 4 ഡിഗ്രി അക്ഷാംശവും 4 ഡിഗ്രി രേഖാംശവുമാണ് 1 മില്യൺ ഷീറ്റിന്റെ വ്യാപ്തി. നമ്മൾ ഈ ചോദ്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളത് 10ാം ക്ലാസ്സിലെ ജിയോഗ്രഫിയിലെ 4ാമത്തെ ചാപ്റ്ററായിട്ടുള്ള ഭൂതല വിശകലനം ഭൂപടങ്ങളിലൂടെ എന്ന് പറയുന്ന പാഠഭാഗത്തു നിന്നാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് LDCക്ക്. എല്ലാവരും ഈ ചാപ്റ്ററിലൂടെ കടന്നു പോയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ഈ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി അഥവാ കടുപ്പായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ ചാപ്റ്റർ ഒന്ന് പഠിച്ചു കഴിഞ്ഞ് ഒന്നുകൂടി നമ്മുടെ ചോദ്യങ്ങളിലൂടെ കടന്നുപോയാൽ എല്ലാത്തിൻ്റെയും ഉത്തരം ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ മറ്റൊരു ചാപ്റ്ററിൻ്റെ ചോദ്യങ്ങളുമായിട്ട് കാണാം. അതുവരേക്കും ബൈ.